നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ ഇങ്ങ് അടുത്തെത്തി. അടുത്ത മാസമാണ് ഈ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളുള്ളത്. ബ്രസീൽ കോപ്പ അമേരിക്കയ്ക്കുള്ള അവരുടെ സ്ക്വാഡ് ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കും എന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം അർജൻറ്റീനയുടെ കാര്യത്തിൽ ടീം പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് TYC സ്പോർട്സും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. TYC സ്പോർട്സും അവരുടെ ജേർണലിസ്റ്റ് ഗാസ് നഡൂലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അവരുടെ ചില താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട താരങ്ങളാണ്. അവർ കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ ഉണ്ടാകുമോ? അതാണ് ചോദ്യം. ഇപ്പോൾ അർജന്റീനയുടെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ അവർക്ക് 2 ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്. സന്നാഹ മത്സരങ്ങൾ പോലെ നമുക്ക് കണക്കാക്കാവുന്ന 2 ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്. ഒരു മത്സരം ജൂൺ 10 അർജന്റീന ഇക്വഡോറുമായിട്ട് കളിക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ പുലർച്ചെ 3:30 ആ മത്സരം ഉണ്ടാവുക. ജൂൺ 14 അർജന്റീന ഗോട്ടിമാലയ്ക്കെതിരെ കളിക്കുന്നുണ്ട്. അങ്ങനെ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ അർജന്റീനക്ക് ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുണ്ട്. അതിനുശേഷം കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 20 പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 21 പുലർച്ചെ 5:30 അർജന്റീനയും കാനഡയും തമ്മിൽ കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുന്നത്. ജൂൺ 26 രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീന ചിലിക്കെതിരെ കളിക്കും. പുലർച്ചെ 6:30 ആ കളി. പിന്നെ ജൂൺ 30 അർജന്റീന പെറുവുമായിട്ട് കളിക്കും. പുലർച്ചെ 5:30 ആ കളി. ഇതാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ അർജന്റീനയുടെ മത്സരങ്ങളുള്ളത്. അപ്പം ഈ മത്സരങ്ങൾക്ക് വേണ്ടി ടീം തയ്യാറെടുക്കണമെങ്കിൽ നേരത്തെ ടീം പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കണം. ഇനി ഒരു മാസക്കാലം കൂടിയാകുമ്പോൾ അർജന്റീന US ഉണ്ടാകും ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കും കോപ്പ അമേരിക്കക്കുമായി. അപ്പം ടീം പ്രഖ്യാപനം അധികം വൈകാതെ നമ്മൾ പ്രതീക്ഷിക്കണം. ഈ ചില താരങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ല. അത് ആരൊക്കെയാണ് പരിശോധിക്കാം. നാഹുൽ മൊളീന, അദ്ദേഹത്തിന് പരിക്കുണ്ട്. 20 ദിവസമെങ്കിലും റിക്കവറിക്ക് വേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഗാസ് നഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മിക്കവാറും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ജർമ്മൻ പെസല്ല, അദ്ദേഹത്തിന് സ്മോൾ മസിൽ ഇഞ്ചുറിയാണ്. 2 ആഴ്ചക്കാലത്തിനുള്ളിൽ അദ്ദേഹം ഫിറ്റാകും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. മോളിനയുടെ കാര്യത്തിൽ അദ്ദേഹം മിക്കവാറും ലീഗിലെ അവസാന മത്സരങ്ങളൊന്നും കളിച്ചില്ലെങ്കിൽ പോലും നേരിട്ട് അർജന്റീന ദേശീയ ടീമിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഗാസ് നഡൂല് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ടാഗ്ലിയാഫിക്കോ പരിക്കിന്റെ പിടിയിൽ നിന്ന് മുക്തനായി വന്നിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. കൂടാതെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പരിക്കും മറ്റുമൊക്കെ അർജന്റീനക്ക് ആശങ്കയായിട്ട് ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ്. അധികം വൈകാതെ ലയണൽ സ്കലോനി അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.